എന്നാൽ ഇവിടെ ഒരാൾ വന്നിട്ട് ഈ ഹദീസുകളെക്കാളൊക്കെ വളരെ വലിയ പോരിശയുള്ളൊരു കാര്യമല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലുള്ള ഒരു മുടി എന്ന് പറയുന്നത്? അപ്പോൾ അത് റസൂലുള്ളാൻ്റെ മുടിയാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം ശക്തമായ തെളിവുകൾ അതിന് വേണ്ടതുണ്ട്, എത്രമാത്രം ശക്തമായ പരമ്പര അതിന് വേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് അതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, മാധ്യമങ്ങൾ വരെ അത് ചർച്ച ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു മുടി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്ന് പറയുമ്പോൾ ആ റസൂലിന് എന്തു ബഹുമാനമാണ് ഇവർ നൽകുന്നത്, എന്ത് ആദരവാണ് ഇവർ നൽകുന്നത്, എന്തു മഹത്വമാണ് ഈ ആളുകൾ കൽപ്പിക്കുന്നത്? ആലോചിച്ചു നോക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണ് തൻ്റെ കൈകളിലുള്ളത് എന്ന് വ്യക്തമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പഞ്ചായത്തിലോ ജില്ലയിലോ ഒതുങ്ങേണ്ടതല്ലല്ലോ. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടുന്നൊരു വിഷയമല്ലേ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരു നാട്ടിലുള്ള ഒരാളുടെ കൈകളിൽ മാത്രം റസൂലുള്ളാൻ്റെ ചെരുപ്പ് കിട്ടുന്നു, നബിയുടെ കുപ്പായം കിട്ടുന്നു, നബി ഉപയോഗിച്ച പാത്രം കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം വരെ തൻ്റെ കൈകളിലുണ്ട് എന്നൊരാൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ?